ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. വേദനകൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു. എല്ലാവർക്കും ഒരു കഥയുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. വിശദീകരണങ്ങൾ പറയാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം പലരും അവർ കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെവി കൊടുക്കൂ. കൂടെ ഉണ്ടാകുമെന്ന് നാം കരുതുന്ന ചില ബന്ധങ്ങൾ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് കാലം തെളിയിച്ചു തരും. എന്നും കൂടെയുണ്ടാവുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത്. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണം നിങ്ങളാണെങ്കിൽ നിങ്ങളോളം വിജയിച്ചവർ മറ്റാരുമില്ല. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും കുറഞ്ഞു വരും. നിങ്ങൾ മാറിപ്പോയി എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്ന് മാത്രമാണ്. പകരം ഇനി 1000 പേര് വന്നാലും 1000-ൽ ഒരാൾക്ക് പോലും പകരമാവാൻ കഴിയാത്ത ചിലരുണ്ട് ജീവിതത്തിൽ. അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ്. പലർക്കും നമ്മുടെയൊക്കെ ജീവിതം വെറും കളിപ്പാട്ടങ്ങൾ പോലെയാണ്. അവരുടെ ആഗ്രഹങ്ങൾ തീരുവോളം ഉപയോഗിക്കുവാനും അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുവാനുമുള്ള വെറും പാഴ്വസ്തുക്കൾ. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. ദുഃഖിച്ചവനെ കണ്ണീരിൻ്റെ വിലയറിയൂ, സ്നേഹിച്ചവനെ സ്നേഹം എന്താണെന്നറിയൂ, അനുഭവിച്ചവനെ അനുഭവം എന്താണെന്നറിയൂ, വിശക്കുന്നവനെ വിശപ്പിൻ്റെ വിലയറിയൂ. ഇതെല്ലാം അറിയുന്നവനെ മനുഷ്യൻ എന്താണെന്നറിയൂ. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. കരയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ വീണ്ടും ലഭിച്ചു എന്ന് വരില്ല.